Good evening, all. Am I audible? Please reply. Am I audible? Yes, sir. Okay. Thank you. So today's session is about fundamental rights, DPSP, Directive Principles of State Policy, and funding duties. അപ്പോൾ ഈ മൂന്ന് സബ്ജക്ട്സിനെ കുറിച്ചുള്ള NDAയുടെയും അതുപോലെ CDSന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഡിസ്കഷൻ. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ്സ് നമ്മുടെ ഈ ഒരു മൂന്ന് ടോപ്പിക്കിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാം, ഒരു റിവിഷൻ എന്ന രീതിയിൽ കേട്ടോ. അപ്പോ ഞാൻ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഹലോ പ്രവത മാം, എന്നെ ഹോസ്റ്റ് ആക്കാമോ? ഓക്കെ, താങ്ക് യു. So start with fundamental rights. Fundamental rights ആർട്ടിക്കിൾ 12 മുതൽ അല്ലെ, പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് തന്നെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ. അത് 6 വിഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പറഞ്ഞു പോവാം. സ്റ്റാർട്ട് വിത്ത് റൈറ്റ് ടു ഇക്വാലിറ്റി, ദെൻ റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, right to freedom of religion, cultural and education rights, the last one right to constitutional remedies. ഇങ്ങനെ 6 വിഭാഗം റൈറ്റ്സ് ആണ് നിലവിലുള്ളത്. 1978 വരെ 7 വിഭാഗം ഉണ്ടായിരുന്നു. അതിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞവരും നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ ഇമ്പോർട്ടന്റ് മാറ്റേഴ്സ് മാത്രം ഡിസ്കസ് ചെയ്യാം. ഫീച്ചേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പല എക്സാം ചോദിക്കുന്നതാണ്. Some of them are available only to citizen, while others are available to all person, whether citizen, foreigners, legal person. അതായത് കുറച്ച് റൈറ്റ്സുകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി റൈറ്റ്സുകൾ പൗരന്മാർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഫോറിനേഴ്സിനും അവൈലബിൾ ആണ്. അപ്പോൾ പൗരന്മാർക്ക് മാത്രമുള്ള റൈറ്റ്സ് പെട്ടെന്ന് ഒന്ന് കോട്ട് ചെയ്യാം. ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. ഇനി രണ്ടുപേർക്കുള്ള റൈറ്റ്സ്, അതായത് ഫോറിനേഴ്സിനും പൗരന്മാർക്കും ഉള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14, പിന്നെ ആർട്ടിക്കിൾ 20 മുതൽ 28 വരെ. അടുത്ത പോയിന്റ്, ദേ ആർ നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല, ക്വാളിഫൈഡ് ആണ്. അതായത് എല്ലാ സമയങ്ങളിലും റൈറ്റ്സ് കിട്ടിക്കോളുന്നില്ല, ചില കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ ഇത് റെസ്ട്രിക്ട് ചെയ്യപ്പെടാം. മറ്റൊരു ഫീച്ചർ, മോസ്റ്റ് ഓഫ് ദം ആർ അവൈലബിൾ അഗെയിൻസ്റ്റ് ആർബിട്രറി ആക്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ്. ഗവൺമെന്റിനെതിരെ അല്ലെ ഗവൺമെന്റിന്റെ ആ ഒരു അധികാരം ലിമിറ്റ് ചെയ്യുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം. മറ്റൊന്ന്, ദേ ആർ ജസ്റ്റീഷ്യബിൾ. എന്തെങ്കിലും തരത്തിൽ ഇതിൽ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും കോടതിയെ സമീപിക്കാം. അങ്ങനെ അതിന് ആ ഒരു കേസായി എന്ത് ചെയ്യാം, ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തതിനെതിരെ നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റും. മറ്റൊരു ഫീച്ചർ, ദേ ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ സുപ്രീം കോടതി. അപ്പൊ സുപ്രീം കോടതി ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ദ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ ഗ്യാരണ്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തൊരു ഫീച്ചർ, ദേ ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിംഗ് ഓപ്പറേഷൻ ഓഫ് എ നാഷണൽ എമർജൻസി എക്സെപ്റ്റ് ആർട്ടിക്കിൾ 20 and 21. ആർട്ടിക്കിൾ 20, 21 ഒഴികെ ബാക്കി എല്ലാ റൈറ്റ്സുകളും എന്ത് ചെയ്യാം, നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ സസ്പെൻഡ് ചെയ്യപ്പെടാം. ഇതെല്ലാം ക്വസ്റ്റ്യൻ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു പോയിന്റ് അപ്പം പറയാം കേട്ടോ. അടുത്തൊരു പോയിന്റ്, ദേ ആർ നോട്ട് പെർമനന്റ്. ദ പാർലമെന്റ് ക്യാൻ കർട്ടൈൽ ഓർ റിപ്പീൽ ദം ഓൺലി ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ്. അപ്പം ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും പെർമനന്റ് അല്ല. എന്ത് ചെയ്യാം, അതിലാവശ്യമായ മോഡിഫിക്കേഷൻ പാർലമെന്റിന് വരുത്താം. മറ്റൊരു ഫീച്ചർ, their application can be restricted while martial law is enforcing area. അതായത് ഏതെങ്കിലും മേഖലയിൽ ആർമഡ് ഫോഴ്സിന്റെ മാർഷൽ ലോ, അതായത് മിലിറ്ററി റൂൾ പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ ആ ഒരു ഏരിയയിൽപ്പെട്ട ആളുകളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ റെസ്ട്രിക്ട് ചെയ്യപ്പെടാം. ഇതാണ് കോമൺ ഫീച്ചേഴ്സ്. അപ്പം പെട്ടെന്ന് ആർട്ടിക്കിൾ മാത്രം ഡിസ്കസ് ചെയ്യാം, ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഓരോ പോയിന്റ് ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ആർട്ടിക്കിൾ 14 നമുക്കറിയുന്ന പോലെ തന്നെ റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലോ. ദെൻ ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ.
പ്രൊഹിബിഷൻ ഡിസ്ക്രിമിനേഷൻ ഭാഗമായി 5 രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണ് പറയുന്നത്. അതായത് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്ത്, മതം, ജാതി, വർണ്ണം, അതുപോലെ തന്നെ ജെൻഡർ, പ്ലേസ് ഓഫ് ബർത്ത്. ഈ 5 രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, വിവേചനം കാണിക്കാൻ പാടില്ല എന്നാണ്. അടുത്ത ആർട്ടിക്കിൾ 16 ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്, എല്ലാവർക്കും തുല്യമായ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവസരം, ഈ ജനറൽ എംപ്ലോയ്മെന്റിൽ തുല്യമായ അവസരം. ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എക്സെപ്റ്റ് മിലിറ്ററി ആൻഡ് അക്കാഡമിക്. പോയിന്റ്സ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. പെട്ടെന്ന് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം ഡിസ്കസ് ചെയ്യാം. ആർട്ടിക്കിൾ 19ന്റെ ആറ് വിഭാഗം കൂടി പറയാം. ആർട്ടിക്കിൾ 19 പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സെട്ര ആണ്. അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് 6 റൈറ്റ്സ്, ഫ്രീഡംസ് എന്ന് പറയുന്നത് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, മറ്റൊന്ന് ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, ആയുധങ്ങളില്ലാതെ സമീപിക്കാനുള്ള ഫ്രീഡം. മറ്റൊന്ന് ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻ, യൂണിയൻ ഫോം ചെയ്യാനുള്ള അവകാശം. മറ്റൊന്ന് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, then to reside and settle any part of the territory of India and to practice any profession or carry any occupation. ഇത്രയും കാര്യങ്ങളാണ്. അതിൻ്റെയൊക്കെ ഓരോ റെസ്ട്രിക്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ക്വസ്റ്റ്യൻ വരുമ്പോൾ ബാക്കി അപ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അടുത്ത ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ടു കൺവിക്ഷൻ ഫോർ ആൻ ഒഫൻസ്. അപ്പൊ ഒരു വ്യക്തിയിൽ കുറ്റം ആരോപിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് 3 രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പ്രൊട്ടക്ഷൻ മാത്രം പറയാം. നോ എക്സ്പോസ് ഫാക്ട് ഓഫ് ലോ, അതായത് ഒരാൾ ഒരു കുറ്റം ചെയ്തു എന്ന് കരുതുക, ആ ഒരു കുറ്റം നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു കുറ്റം ചെയ്തു ആ സമയത്ത് ആ ഒരു ആക്ട് ഒരു കുറ്റമല്ല, പിന്നീട് വരുന്ന മാറ്റം അനുസരിച്ചിട്ട് മുമ്പ് നടന്ന ഈ ഒരു കുറ്റത്തെ ശിക്ഷിക്കാൻ പാടില്ല എന്നാണ്. മറ്റൊരു പ്രൊട്ടക്ഷൻ നോ ഡബിൾ ജിയോപാഡി, അതായത് ഒരു കുറ്റത്തിന് ഒരൊറ്റ ശിക്ഷ മാത്രം, ഒന്നിലധികം ശിക്ഷ കൊടുക്കാൻ പാടില്ല. മൂന്നാമത്തെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നോ സെൽഫ് ഇൻക്രിമിനേഷൻ, ഒരു കാരണവശാലും അയാൾക്കെതിരെ സ്വന്തത്തിനെതിരെ എന്ത് ചെയ്യാൻ പാടില്ല, സാക്ഷി പറയാൻ നിർബന്ധിക്കാൻ പാടില്ല എന്നാണ്. ടൈം ഫാസ്റ്റായി മുന്നോട്ട് പോകുന്നു. അടുത്തൊരു ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ദ റൈറ്റ് ടു ലൈഫ് ഈസ് നോട്ട് ജസ്റ്റ് ദ റൈറ്റ് ടു സർവൈവ്, ഇറ്റ് ഓൾസോ എൻടൈൽസ് ബീങ് ഏബിൾ ടു ലൈവ് എ കംപ്ലീറ്റ് ഡിഗ്നിറ്റി ഓഫ് എ മീനിങ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള കുറെ റൈറ്റ്സുകളാണ്. റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ഗോ അബ്രോഡ്, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന സമയമില്ല. മറ്റു റൈറ്റ്സ് ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. അപ്പോ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട മിനിമം പ്രൊസീജിയേഴ്സ്, റൈറ്റ് ടു ഇൻഫോം, അയാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കണം. മറ്റൊന്ന് റൈറ്റ് ടു കൺസൾട്ട്, ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്യാൻ അനുമതി കൊടുക്കണം. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിൽ തൊട്ടടുത്ത മജിസ്ട്രേറ്റിൽ ഹാജരാക്കണം. അടുത്തൊരു ആർട്ടിക്കിൾ 23 പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ് ലേബർ, അതായത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അനുമതി പ്രകാരം അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തൊഴിൽ ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാണ്. അടുത്ത ആർട്ടിക്കിൾ 24 പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറി, ചുരുക്കി പറഞ്ഞാൽ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ. അടുത്ത ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലിജിയൻ. അടുത്ത ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. ആർട്ടിക്കിൾ 27 ഫ്രീഡം ആസ് ടു പേയ്മെന്റ് ഓഫ് ടാക്സസ്, അതായത് ഏതെങ്കിലും മതം ഫോളോ ചെയ്യാൻ നിങ്ങൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ട. അടുത്ത ആർട്ടിക്കിൾ 28 ഫ്രീഡം ആസ് ടു അറ്റൻഡൻസ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് റിലീജിയസ് വർഷിപ്പ്, അതായത് ചില സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിൽ മതപരമായ ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. അടുത്ത ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ആർട്ടിക്കിൾ 30 the rights of minorities to establish and administer education institutions. ആർട്ടിക്കിൾ 31 ഡിലീറ്റ് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ 32 റെമഡീസ് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് റൈറ്റ്സ് കൺഫേർഡ് ബൈ ദിസ് പാർട്ട്. അങ്ങനെ ആർട്ടിക്കിൾ 32 പ്രകാരം 5 രീതിയിലുള്ള റിട്ടുകളാണ് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷറി ആൻഡ് കോവാറണ്ടോ. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ആർട്ടിക്കിൾ 33 ദ പവർ ഓഫ് പാർലമെന്റ് ടു മോഡിഫൈ ദ റൈറ്റ്സ് കൺഫേർഡ് ബൈ ദിസ് പാർട്ട്, അതായത് ആംഡ് ഫോഴ്സ്, പോലീസ്, മറ്റ് ഏജൻസികൾ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അവിടെ ഫണ്ട് റൈറ്റ്സുകൾ റെസ്ട്രിക്ട് ചെയ്യാനുള്ള പാർലമെന്റ് പ്രത്യേക അനുമതിയെ കുറിച്ച്.
മറ്റൊരു ആർട്ടിക്കിൾ 34, അതായത് മാർഷൽ ലോ, മിലിറ്ററി റൂൾ പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ, അതായത് ഒരു സിവിലിയൻ ഗവൺമെന്റിന് ആ ഒരു മേഖലയിലെ ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും, മിലിറ്ററി റൂൾ ഏറ്റെടുക്കാം. ആ സമയത്ത് ആ ഒരു മേഖലയിലെ ആൾക്കാരുടെ ഫണ്ട് റൈറ്റ്സുകൾ റെസ്ട്രിക്ട് ചെയ്യാനുള്ള അവകാശത്തെ കുറിച്ചാണ് അടുത്ത ലാസ്റ്റ് ആർട്ടിക്കിൾ 35, ദ ലെജിസ്ലേഷൻ ഗീവ് ടു എഫക്ട് ഓഫ് പ്രൊവിഷൻ ഓഫ് ദി പാർട്ട്. അതായത് പാർലമെന്റിന് ഫണ്ട് റൈറ്റ്സിലെ ഏത് ഭാഗങ്ങളും മാറ്റം വരുത്താൻ റൈറ്റ്സിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ അതിൽ ഫണ്ട് റൈറ്റ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? അപ്പൊ നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് കറക്റ്റ് ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ 85th amendment. 85th amendment. അപ്പൊ ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. കാരണം എന്താണ്, 85 എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഏത് ഹാസ് ഇൻസർട്ടഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ അണ്ടർ ആർട്ടിക്കിൾ 21A. അപ്പൊ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തിയ അമെന്റ്മെന്റ് 85 ആണോ 86 ആണോ? 86 ആണ് അല്ലെ, 86 ആണ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും വായിച്ചില്ലെങ്കിലും ഇതിന്റെ ആൻസർ നമുക്ക്, അതായത് നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ കിട്ടി. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. ആർട്ടിക്കിൾ 22 പ്രകാരം പ്രിവന്റീവ് ഡിറ്റൻഷനെ കുറിച്ച് പറയുന്നു. അടുത്ത ഓപ്ഷൻ സി പറയുന്നു ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇൻ പാർട്ട് 3, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി, ദ റിട്ട് ജുറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട്സ് ഈസ് വൈഡർ ദാൻ സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെക്കാളും ഈ റിട്ട് അധികാരം ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അതിൽ ഓപ്ഷൻ എ ആണ് നോട്ട് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഹ്യൂമൻ റൈറ്റ്സ് ആസ് വെൽ ആസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? താഴെ പറയുന്നതിൽ ഹ്യൂമൻ റൈറ്റ്സ് അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈ രണ്ടിലും പെട്ട ഒരു റൈറ്റ് ചെയ്ത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇത് 4 തരം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദ റൈറ്റ് ടു ഇൻഫർമേഷൻ, ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു ഹൗസിംഗ്. നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയ സമയത്ത് പെട്ടെന്ന് ആൻസർ കിട്ടാൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഈ റൈറ്റ് ടു വർക്ക് അതുപോലെ തന്നെ റൈറ്റ് ടു ഹൗസിംഗ് ഇതെല്ലാം DPSPയുമായി ബന്ധപ്പെട്ട റൈറ്റ്സ് ആണ് അല്ലെ. ഇനി ചിലർക്ക് ഡൗട്ട്സ് വരാം, റൈറ്റ് ടു ഇൻഫർമേഷൻ എന്തുകൊണ്ട് ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല? റൈറ്റ് ടു ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാക്കാം. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ളത് ഒരു ഇംപ്ലിസിറ്റ് റൈറ്റ് ആണ്. അതായത് പ്രത്യേകം എടുത്തു പറഞ്ഞ റൈറ്റ് അല്ല, പകരം ആർട്ടിക്കിൾ 19ന്റെ ഭാഗമായിട്ട് ഇത് ഉൾക്കൊണ്ട റൈറ്റ്സ് ആണ്, പ്രത്യേകം എടുത്തു പറഞ്ഞ റൈറ്റ് അല്ല. ഇനി ഒരു പടിയും കൂടി ഞാൻ ഒരു ടോപ്പിക് കൂടി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഈ ഫണ്ട് റൈറ്റ്സ് അതുപോലെ തന്നെ ഈ ഹ്യൂമൻ റൈറ്റ്സ്, ഇങ്ങനെ ഈ ചോദ്യം വരാൻ ഒരു കാരണം കൂടിയുണ്ട്. അതായത് UDHR, യുണൈറ്റഡ് നേഷൻസ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ UDHR, അതിന്റെ ആർട്ടിക്കിൾസും ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾസും തമ്മിൽ കമ്പയർ ചെയ്യാൻ പല സമയങ്ങളിലായി ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു ഭാഗത്തു നിന്നുകൂടി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തതായിട്ട് മനസ്സിലാക്കാം. അപ്പോ ഈ ഒരു ആർട്ടിക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ UDHR, അതായത് UN ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 26ന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. സെയിം പ്രൊവിഷൻ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 21A നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, യുഎന്റെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക റൈറ്റ്സുകളും സെയിം റൈറ്റ്സുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലും പറഞ്ഞ റൈറ്റ്സുകളാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് റൈറ്റ് ടു ഇക്വാലിറ്റി ഉണ്ട്, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഉണ്ട്, റൈറ്റ് ടു ഫ്രീഡത്തെ കുറിച്ച് പറയുന്നുണ്ട്, റൈറ്റ് ടു റിലീജിയനെ കുറിച്ച് പറയുന്നുണ്ട്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, സ്ലൈവറി നിരോധിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, മൈനോറിറ്റി റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആർബിട്രറി അറസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സ്പീഡ് നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? എന്തെങ്കിലും പറയണം കേട്ടോ. ഓക്കെ, അടുത്ത ഈ ഒരു സ്ലൈഡ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് UN പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 23യും അതുപോലെ തന്നെ 22വും പറഞ്ഞ ഈ പ്രൊവിഷൻസ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ DPSPയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്ത കാര്യത്തെ കുറിച്ചാണ് ഈ സ്ലൈഡ് പറയുന്നത്. അതായത് റൈറ്റ് ടു വർക്ക്, അതുപോലെ തന്നെ റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്,
ഞാൻ പറഞ്ഞത് UN പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ആർട്ടിക്കിളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് ഏത് ഭാഗത്താണ്? DPSP-യിലാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ്. ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി, ഇത് DPSP-ന്റെ ഭാഗമായി ഉൾപ്പെടുത്തി. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈസ് നോട്ട് സസ്പെൻഡഡ് ഡ്യൂറിംഗ് എമർജൻസി? താഴെ പറയുന്നവയിൽ ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽപ്പെട്ട റൈറ്റ്സുകൾ നാഷണൽ എമർജൻസി നടക്കുന്ന സമയത്ത് സസ്പെൻഡ് ചെയ്യപ്പെടാത്തത്? അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ടു കൺവിക്ഷൻ ഫോർ ആൻ ഒഫൻസ്. ഈ ആർട്ടിക്കിൾ ഏതാണ്? പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ടു കൺവിക്ഷൻ ഫോർ ആൻ ഒഫൻസ്, ആർട്ടിക്കിൾ 20 അല്ലെ? ആർട്ടിക്കിൾ 20. അടുത്ത ഓപ്ഷനിൽ ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32. ഇതുകൊണ്ടാണ് നമ്മൾ ആർട്ടിക്കിൾ പഠിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അടുത്ത ഓപ്ഷൻ സി, ദ റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇത് ആർട്ടിക്കിൾ 19ന്റെ ഭാഗമായിട്ടുള്ള റൈറ്റ്സുകളാണ് അല്ലെ? 19ന്റെ ഭാഗം. അടുത്തത് ആർട്ടിക്കിൾ 14ന്റെ ഭാഗമായിട്ടുള്ള ഇക്വാലിറ്റി ബിഫോർ ലോ. അപ്പൊ നിങ്ങൾ പറ, ഈ എമർജൻസി നടക്കുന്ന സമയത്ത് സസ്പെൻഡ് ചെയ്യപ്പെടാത്ത 2 റൈറ്റ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറ. ആർട്ടിക്കിൾ 20ഉം 21 അല്ലെ? യെസ്. അപ്പോ ഇതിൽ ആൻസർ എ. അപ്പോ ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21 ഒരു എമർജൻസി നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? പിൻവലിക്കാത്ത 2 ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ എക്സംഷൻ ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 14 and 19? ആർട്ടിക്കിൾ 14ഉം ആർട്ടിക്കിൾ 19, ഈ രണ്ട് ആർട്ടിക്കിൾസ്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്ന ഈ 2 ആർട്ടിക്കിളുകൾ താഴെ പറയുന്ന ഏത് ആർട്ടിക്കിളുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നു? ഈവൻ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അതിനേക്കാളും പ്രിഫറൻസ് ആയിട്ടുള്ള പല പ്രിഫറൻസും പല പ്രൊവിഷൻ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആക്ടുകൾക്ക് കൊടുക്കാം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ വേറൊന്നുമല്ല, എല്ലാ മേഖലയിലും നമുക്ക് നോക്കുന്ന സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. പക്ഷേ ചില ആക്ടുകൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന ആക്ടുകളാവാം, നിയമങ്ങളാവാം. അപ്പൊ അത്തരം നിയമങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള 2 ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 31A-യും ആർട്ടിക്കിൾ 31C-യും. ഈ 2 ആർട്ടിക്കിൾ പ്രകാരം ആർട്ടിക്കിൾ 14നെയും ആർട്ടിക്കിൾ 19നെയും ഈവൻ വയലേറ്റ് ചെയ്യുന്ന നിയമങ്ങളാണെങ്കിൽ പോലും അത്തരം നിയമങ്ങളെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് വ്യത്യസ്ത സംസ്ഥാനങ്ങൾ ലാൻഡ് റിഫോംസ് ആക്ടുകൾ പാസ്സാക്കിയിരിക്കുന്നത്. കൂടാതെ 9ാം ഷെഡ്യൂൾ സെൻട്രൽ ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ 9ാം ഷെഡ്യൂളിനെ കുറിച്ചുള്ള പോയിന്റ്സ് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊട്ടക്ട് പേഴ്സൺ അഗെയിൻസ്റ്റ് ഡബിൾ ജിയോപാഡി? ഏത് ആർട്ടിക്കിളാണ്, താഴെ പറയുന്ന ഏത് ആർട്ടിക്കിളാണ് ഒരു വ്യക്തിയെ ഡബിൾ ജിയോപാഡിയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത്? അപ്പൊ ആർട്ടിക്കിൾ 20 അല്ലേ? യെസ്, ആർട്ടിക്കിൾ 20A. അപ്പൊ ആർട്ടിക്കിൾ 20 പ്രകാരം ഒരു വ്യക്തിക്ക് 3 രീതിയിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഏതെല്ലാം? നോ എക്സ്പോസ് ഫാക്ട് ഓഫ് ലോ, രണ്ടാമത് നോ ഡബിൾ ജിയോപാഡി, മൂന്നാമത് നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അതിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7:23 നമുക്ക് പെട്ടെന്ന് നോക്കാം. The fundamental rights in part 3 of Constitution are inherent and cannot be extinguished. This was clarified in which case? അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു കാരണവശാലും ആ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഇകഴ്ത്താനോ അല്ലെങ്കിൽ മാറ്റാനോ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയ കേസ് ഏത്? സുപ്രീം കോടതി കേസ് ഏത്? ഈ കേസ് എന്ന് പറയുന്നത് ഏതാണ്? ഗോലക്നാഥ് കേസാണ്. 1967 ഗോലക്നാഥ് കേസാണ്.
പക്ഷെ ഈ കേസിന്റെ വിധി ആ ഒരു വിധിയെ മറികടക്കാൻ വേണ്ടി നമ്മുടെ പാർലമെന്റ് 24ാം അമെന്റ്മെന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഫണ്ട് റൈസ് ഉൾപ്പെടെ ഏത് ഭാഗവും മാറ്റാൻ പാർലമെന്റ് അധികാരമുണ്ട് എന്ന് പറഞ്ഞ ഒരു അമെന്റ്മെന്റ് ഈ ഒരു സുപ്രീം കോടതി ജഡ്ജിനെതിരെ എന്ത് ചെയ്തു? സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കുകയുണ്ടായി. അടുത്ത ക്വസ്റ്റ്യൻ, which among the following is not guaranteed? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം. Not guaranteed by Constitution of India. ഓപ്ഷൻ എ, freedom to move freely throughout the country. നമുക്ക് എന്തുണ്ട്? ഒരു guaranteed റൈറ്റ്സ് ആണ്. ഓപ്ഷൻ ബി, freedom to assemble peacefully without arms. ഫ്രം സി, freedom to own, acquire, dispose property. യെസ്, എല്ലാവരും ആൻസറും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത് 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്? അതെ, ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുള്ള റൈറ്റ്സുകളെല്ലാം നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് എടുത്തു പറഞ്ഞ റൈറ്റ്സ് ആണ്. ഇതിൽ പറയാത്ത റൈറ്റ്സ് ആണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? സി അല്ലേ? സി. കാരണം വെച്ചാൽ ഇത് DPSPയുടെ ആർട്ടിക്കിൾ 43A പ്രകാരം പറയുന്ന ഒരു റൈറ്റ്സ് ആണ്. ബാക്കിയെല്ലാം നമ്മുടെ ഫണ്ടമെന്റലിസ്റ്റിൽപ്പെട്ട കാര്യം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റൈറ്റ്സ് ഈസ് ഓൾസോ അവൈലബിൾ ടു നോൺ സിറ്റിസൺ? ഇന്ത്യൻ പൗരന്മാർക്ക് ഉൾപ്പെടെ നോൺ സിറ്റിസൺ ഫോറിനേഴ്സും കൂടെ അവർക്കും കൂടി ലഭിക്കുന്ന താഴെ പറയുന്ന റൈറ്റ്സ് ഏത്? ഈ പറഞ്ഞ റൈറ്റ്സുകളെല്ലാം ഒന്നാലോചിച്ച് നോക്കിയേ, ഇതെല്ലാം ആർട്ടിക്കിൾ 19ന്റെ ഭാഗമല്ലേ? ശരിയല്ലേ? ആർട്ടിക്കിൾ 19 ആർക്ക് മാത്രമേ ഉള്ളൂ? പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ. സോ റൈറ്റ് ആൻസർ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, which freedom is not specifically mentioned as fundamental rights but recognized by Supreme Court? താഴെ പറയുന്നതിൽ ഒരു ഭരണഘടനയിൽ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയി എന്ത് ചെയ്യുന്നില്ല? റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും സുപ്രീം കോടതി റെക്കഗ്നൈസ് ചെയ്തു. യെസ്, അതിൽ യു ആർ കറക്റ്റ്. ഫ്രീഡം ഓഫ് ദി പ്രസ്. ഫ്രീഡം ഓഫ് ദി പ്രസ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1A പ്രകാരം റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഒരു സബ് സെറ്റ് റൈറ്റ് ആണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് പ്രസ്. അത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് പ്രകാരമാണ് അത് റൈറ്റ് ആയി മാറിയത്, അല്ലാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതപ്പെട്ടിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇക്വാലിറ്റി ബിഫോർ ലോ ഈസ് ഗ്യാരണ്ടീഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? യെസ്, ആർട്ടിക്കിൾ 14, ഇക്വാലിറ്റി ബിഫോർ ലോ. ഇക്വാലിറ്റി ബിഫോർ ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഒന്നാം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നു ആർട്ടിക്കിൾ 21A, പ്രൊവൈഡ് എഡ്യൂക്കേഷൻ അപ് ടു 11 years ആണോ? അല്ല, 14 വർഷം വരെ അല്ലേ? ഒരു കുട്ടിക്ക് 14 വയസ്സ് വരെ, 6 മുതൽ 14 വയസ്സ് വരെയാണ്, അല്ലാതെ 11 വയസ്സ് വരെ അല്ല. അടുത്ത ഓപ്ഷൻ പറയുന്നത് ദ റിലീജിയസ് ഡിനോമിനേഷൻ ഹാവ് അബ്സല്യൂട്ട് പവർ ആണോ? അബ്സല്യൂട്ട് പവർ അല്ല. ഒരു കാരണവശാലും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു കാരണവശാലും അബ്സല്യൂട്ട് അല്ല. അതിൽ ആവശ്യമായ റെസ്ട്രിക്ഷൻ എന്ത് ചെയ്യുന്നു? നമുക്ക് കാണാൻ പറ്റുന്നു. ആ റെസ്ട്രിക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ക്വസ്റ്റനിൽ നിന്ന് കാണാൻ പറ്റും. ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 30 റെഫേഴ്സ് ടു റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി അല്ലെ? മൈനോറിറ്റീസ് എന്ന് പറയുന്നത് റിലീജിയസ് മൈനോറിറ്റീസ് ആണ്, കൂടാതെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ആണ്. ഓപ്ഷൻ ഡി, ദ പാർലമെന്റ് കനോട്ട് എംപവർ അതർ കോർട്സ് ടു ഇഷ്യൂ റിറ്റ്സ്. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. പാർലമെന്റിന് പ്രത്യേക നിയമത്തിലൂടെ മറ്റ് കോടതികൾ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും അല്ലാത്ത മറ്റു കോടതികളെയും എന്ത് ചെയ്യാം? ഈ റിട്ട് ഇഷ്യൂ ചെയ്യാൻ പ്രത്യേക അനുമതി കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ബാക്കിയെല്ലാം റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മുടെ ആൻസർ ഡി.
അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്രീഡം ഓഫ് കൺസൈൻസ് ഈസ് സബ്ജക്ട് ടു. അപ്പോ ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 25 ഒരു വ്യക്തിയുടെ, അല്ലെ, ഒരു വ്യക്തിക്ക് ശരിയും തെറ്റും എന്ന് തോന്നുന്ന ആ ഒരു മതം തെരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം. അപ്പൊ ആ ഒരു അവകാശത്തിൽ താഴെ പറയുന്ന ഏതെല്ലാം മേഖലകളിലാണ് ഗവൺമെന്റ് ഇടപെടാൻ പറ്റുന്നത് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ നടത്താൻ പറ്റുന്നത്? അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഡീപ്പായിട്ട് UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ മറ്റു ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു പെരിഫറൽ ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതൊരു ഡീപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ അനാലിസിസ് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്, ഈ 3 രീതിയിൽ നമ്മുടെ ഈ മതപരമായ കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടാം. അതായത് പബ്ലിക് ഓർഡർ വയലേറ്റ് ചെയ്യുന്ന സമയത്ത്, മൊറാലിറ്റി വയലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഹെൽത്ത് വയലേറ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് ഇടപെടാം, അല്ലെ? പക്ഷെ ഞാൻ രണ്ട് കാര്യം കൂടി ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നു. ആർട്ടിക്കിൾ 25 2 എക്സ്ട്രാ സെക്ഷൻ കൂടി പറയുന്നുണ്ട്. അതായത് സോഷ്യൽ വെൽഫെയറിന്റെ ഭാഗമായി, അതിന്റെ റിഫോർമേഷന്റെ ഭാഗമായി നടത്തുന്ന മാറ്റങ്ങൾ, കൂടാതെ ഹിന്ദു ടെമ്പിളുകൾ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ഗവൺമെന്റിന്റെ, ഇപ്പോ ഗുരുവായൂർ സത്യാഗ്രഹം ആയിക്കോട്ടെ, അപ്പൊ ഇത്തരങ്ങളിലെ സത്യാഗ്രഹങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, ഈ അമ്പലങ്ങൾ എല്ലാ വിഭാഗം ആളുകൾക്കും തുറന്നു കൊടുക്കുന്ന അത്തരം റിഫോംസുകളെല്ലാം ഗവൺമെന്റ് ചെയ്യാം എന്നുള്ള ഒരു സംഭവം കൂടിയും ആർട്ടിക്കിൾ 25 ഭാഗമായിട്ടുണ്ട്. അപ്പോ ആർട്ടിക്കിൾ 25 റെസ്ട്രിക്ഷന്റെ ഭാഗമായി പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്, കൂടാതെ സോഷ്യൽ വെൽഫെയറും റിഫോംസും അതിന്റെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് ഓപ്പണിംഗ് ഓഫ് ഹിന്ദു ടെമ്പിൾസ് ടു ഓൾ കമ്മ്യൂണിറ്റീസ് അല്ല, ഓൾ ഹിന്ദുസ്. സോ ഇത് ആൻസർ ബി ആണ്. ആൻസർ 1, 2, 3. അപ്പൊ ഞാൻ ക്ലാസ്സിൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷൻസും ഇതിൽ സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ്. സോ 1, 2, 3 ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അവൈലബിൾ ടു നോൺ സിറ്റിസൺ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം റൈറ്റ്സുകൾ ഒന്ന് ഓർത്തെടുക്കാം. ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, പിന്നെ ആർട്ടിക്കിൾ 19, പിന്നെ ആർട്ടിക്കിൾ 29, ലാസ്റ്റ് വൺ ആർട്ടിക്കിൾ 30, അല്ലെ? ആർട്ടിക്കിൾ 30. ഇനി ഇതിലേക്ക് വരാം. നോൺ സിറ്റിസൺ, അതായത് ഫോറിനേഴ്സിനുള്ള റൈറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇക്വാലിറ്റി ബിഫോർ ലോ, ആർട്ടിക്കിൾ 14, അല്ലെ? അപ്പോ ഇത് ഫോറിനേഴ്സിനും ഇന്ത്യൻ പൗരന്മാർക്കും ഒരുപോലെയുള്ള റൈറ്റ്സ് ആണ്. ഇക്വാലിറ്റി ബിഫോർ ലോ. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 21 പ്രകാരം പറയുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി രണ്ടുപേർക്കും ഇല്ലേ? ഉണ്ട്. അപ്പൊ ഇതും റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാം സ്റ്റേറ്റ്മെന്റ്, ദ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. ആർട്ടിക്കിൾ 16 പ്രകാരം ഇത് പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലാവുന്നുണ്ടല്ലോ, അല്ലെ? സോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ, അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. കൺസിഡർ ഫ്ലോയിങ് സെന്റൻസ്. 2 സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്, ഫോമിംഗ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. അതെ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുക എന്നുള്ളത് 2011 97ാം ഭരണഘടനാ അമെൻഡ്മെന്റ് പ്രകാരം ഒരു വ്യക്തിയുടെ മൗലിക അവകാശമായി മാറി. 97ാം അമെൻഡ്മെന്റ് ആയിരുന്നു അത്. 97ാം അമെൻഡ്മെന്റ് ഏത് വർഷമായിരുന്നു? 2011. 2011. രണ്ടാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട് അണ്ടർ RTA ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അല്ലെ? വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉൾപ്പെടില്ല. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമുക്കറിയാം, വിവരാവകാശ നിയമം, ഇല്ലേ? വിവരാവകാശ നിയമം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആർക്ക് വേണ്ടിയാണ്? ഗവൺമെന്റുമായി ബന്ധപ്പെട്ടാണ്, പബ്ലിക് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ
കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു NGO ആണ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. പക്ഷെ അതിലൊരു കാര്യം നോക്കണം, ഗവൺമെന്റിന്റെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വലിയൊരു സഹായം ലഭിക്കുന്ന ഇത്തരം സൊസൈറ്റികളാണെങ്കിൽ അത്തരം സൊസൈറ്റികളിൽ എന്ത് ചെയ്യാം, റൈറ്റ് ഇൻഫർമേഷന്റെ ഭാഗമായി ഉൾപ്പെടുത്താം. പക്ഷേ നോർമൽ കേസിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് നോട്ട് അണ്ടർ RTA. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബോത്ത് 1 and 2, ഓപ്ഷൻ സി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 19 ഇൻക്ലൂഡ്സ് വിച്ച് ഫ്രീഡംസ്? ആർട്ടിക്കിൾ 19 ഏതൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ പറയുന്നുണ്ട് അല്ലെ, ഫ്രീഡം ഓഫ് സ്പീച്ച് പറയുന്നുണ്ട്, അസംബിൾ പീസ്ഫുള്ളി പറയുന്നുണ്ട്, അക്യൂർ പ്രോപ്പർട്ടി പറയുന്നില്ല അല്ലെ. നാലാമത് മൂവ് ഫ്രീ ഇൻ ഇന്ത്യ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. ജാനൂസ് ഈസ് കറക്റ്റ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ പാർട്ട് ഓഫ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ? അപ്പോ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 23 ഭാഗമായി കണക്കാക്കുന്നത്, സോറി 23ഉം 24ഉം ആണല്ലോ അല്ലെ, ആർട്ടിക്കിൾ 23ഉം 24ഉം ആണല്ലോ. അപ്പൊ ഈ ആർട്ടിക്കിൾ 23ഉം 24ലും ഹ്യൂമൻ ട്രാഫിക്കിംഗ് കൂടാതെ ചൈൽഡ് ലേബർ ആണ് ഉൾപ്പെടുന്നത്, അൺടച്ചബിലിറ്റി അല്ല. അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17ലാണ് പറയുന്നത് അല്ലെ. സോ നമ്മുടെ ആൻസർ 1 and 3. സ്പീഡ് എല്ലാവർക്കും ഓക്കെ ആണോ? Is the speed is okay? Okay. Next question, restriction of freedom. Restriction on freedom of speech may related to. ആർട്ടിക്കിൾ 19 ഭാഗമായി പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച്, ആ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യപ്പെടാം അല്ലെങ്കിൽ തടഞ്ഞു വെക്കാം? അപ്പോ ഇത് 3 സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഒന്ന്, ഡിഫമേഷൻ, ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ തടഞ്ഞു വെക്കാം. 2, ഡീസൻസി ഓർ മൊറാലിറ്റി, ഡീസൻസി ഓർ മൊറാലിറ്റി. 3ാമത്, ഇൻസൈറ്റ്മെന്റ് ടു ഒഫൻസ്, ഇൻസൈറ്റ്മെന്റ് ടു an ഒഫൻസ്, അതായത് ഒരാളെ ഒരു കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുക, ഇൻസൈറ്റ്മെന്റ് ടു ഒഫൻസ്. ഈ 2ാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനസിക മൂല്യം, ആ ഒരു മൂല്യം തകർക്കുന്ന രീതിയിലുള്ള ഈ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. സോ ഈ ഒരു സംഭവം ഞാൻ പറയുന്നതിന് മുമ്പ് ഇതിൽപ്പെട്ട പ്രധാനപ്പെട്ട റൈറ്റ്സ് പെട്ടെന്ന് പറഞ്ഞു തരാം കേട്ടോ. എന്തൊക്കെയാണ്? 8 കാര്യങ്ങളിൽ ഈ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗമായുള്ള റൈറ്റ്സ്, അതായത് ഏതൊരു വ്യക്തിക്കും അവരുടെ ആശയങ്ങൾ തുറന്നു പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19. ആ 19 താഴെ പറയുന്ന 8 കാര്യങ്ങളിൽ തടയപ്പെടാം. ഒന്ന്, സോവറിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, രാജ്യത്തിന്റെ പരമാധികാരം, അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റി, ഐക്യം, അഖണ്ഡത. അടുത്ത് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്, സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, രാജ്യസുരക്ഷ. 3, ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ്, അതായത് രാജ്യം നല്ല ഒരു ബന്ധത്തിലുള്ള മറ്റു രാജ്യം, ആ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പബ്ലിക് ഓർഡർ, നമ്മുടെ പബ്ലിക് ഓർഡർ അല്ലെ, ഈ ഒരു പൊതുക്രമം, ആ ഒരു പൊതുക്രമത്തെ അല്ലെങ്കിൽ അതിന്റെ ലോ ആൻഡ് ഓർഡർ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, കാര്യങ്ങൾ തുറന്നു പറയാൻ പാടില്ല. അടുത്തത് ഡീസൻസി ഓർ മൊറാലിറ്റി, ഡീസൻസി ഓർ മൊറാലിറ്റി, തെറി പറയുക അല്ലെങ്കിൽ മനുഷ്യ മൂല്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുമ്പോൾ കോടതിയിലെ കേസുകൾ ചെയ്യാൻ പാടില്ല, കോടതി തെറി പറയാനോ അല്ലെങ്കിൽ ജഡ്ജിമാരെ തെറി പറയാൻ പാടില്ല. അടുത്തത് ഡിഫമേഷൻ, ഡിഫമേഷൻ തെറി പറയാ, ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുക പാടില്ല. ലാസ്റ്റ് വൺ 8, ഇൻസൈറ്റ്മെന്റ് ടു ഒഫൻസ്. ഇൻസൈറ്റ്മെന്റ് ടു ഒഫൻസ് എന്ന് പറയുമ്പം ഒരാളെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുക, ഇൻസൈറ്റ്മെന്റ്, പ്രേരിപ്പിക്കുക. പ്രത്യേകിച്ച് ഈ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ അവർ നടത്തുന്ന പല വിദ്വേഷ പ്രസംഗങ്ങളും ഇത്തരം ഇൻസൈറ്റ്മെന്റ് ഒഫൻസിന്റെ ഭാഗമായി കണക്കാക്കാറുണ്ട്. അപ്പം പറഞ്ഞു വന്നത് ആർട്ടിക്കിൾ 19 ഭാഗമായി നടത്തുന്ന ഈ ഫ്രീഡം, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഫ്രീഡം, ആ ഒരു ഫ്രീഡം ഈ 8 കാര്യങ്ങളിൽ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നു, തടയപ്പെടുന്നു. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഓൾ ഓഫ് ദി അബോവ്, ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ അല്ലെ?
അടുത്ത ക്വസ്റ്റ്യൻ, ദ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ഈസ് മെൻഷൻഡ്. എന്താണ്? യെസ് അഭിനവ്, യു ആർ കറക്റ്റ്. സോറി, പാർട്ട് അഭിനവ് പറഞ്ഞ് പാർട്ട് 6 ആയിട്ടാണോ? അല്ല, മാറിപ്പോയി അല്ലെ? സോറി, എനിക്ക് മാറിപ്പോയി. പാർട്ട് 4 DPSP അല്ലെ? DPSPയുടെ ആർട്ടിക്കിൾ 50 ഈ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്നൊന്ന് നമ്മുടെ ഏതിലേക്ക് വരാം, DPSP ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും. ആർട്ടിക്കിൾ 36, 37 36 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 37 നമ്മുടെ DPSPയെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 38 ഏതിനെ കുറിച്ച് പറയുന്നു? ആർട്ടിക്കിൾ 38 പറയുന്നത് ആർട്ടിക്കിൾ 38 ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 39 6 വിഭാഗം പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 39A ഫ്രീ ലീഗൽ എയ്ഡിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 40 നമ്മുടെ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 41 റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു പബ്ലിക് അസിസ്റ്റൻസ്, ഈ 3 കാര്യത്തെ കുറിച്ച് പറയുന്നു. റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റ് ടു പബ്ലിക് അസിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 42 ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് വർക്കിനെ കുറിച്ച് പറയുന്നു. കൂടാതെ മെറ്റേണിറ്റി റിലീഫിനെ കുറിച്ച് പറയുന്നു. സോറി, അടുത്ത് ആർട്ടിക്കിൾ 43 നമ്മുടെ കോട്ടേജ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ ലിവിംഗ് വേജിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 43A ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദി മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. അടുത്ത ആർട്ടിക്കിൾ 43B കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 43B എന്തിനെ കുറിച്ച് പറയുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നു. 2011 97 അമെന്റ്മെന്റ് പ്രകാരം നമ്മുടെ ഈ DPSPയിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അമെന്റ്മെന്റ് പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മാറ്റം കൊണ്ടുവന്നു, DPSP മാറ്റം കൊണ്ടുവന്നു കേട്ടോ. അടുത്ത ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 45 ഏർലി ചൈൽഡ്ഹുഡ് അല്ലെ, ഒരു കുട്ടിക്ക് 6 വയസ്സ് ആകുന്നത് വരെ ആ കുട്ടിക്ക് നൽകുന്ന വിദ്യാഭ്യാസം, അവർക്ക് നൽകുന്ന ഏർലി ചൈൽഡ്ഹുഡ് കെയർ, ഇങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 46 പറയുന്നത് SC ST അതുപോലെ തന്നെ സ്ത്രീകൾ, ഇവർക്ക് നൽകുന്ന പ്രത്യേക എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 47 എന്തായിരുന്നു പറയുന്നത്? ആർട്ടിക്കിൾ 47 2 കാര്യത്തെ കുറിച്ച് പറയുന്നു. ഒന്ന്, പബ്ലിക് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ കൈക്കൊള്ളാൻ പറ്റുമെന്ന് പറയുന്നു. മറ്റൊന്ന്, മദ്യം നിരോധിക്കാൻ പറയുന്നു. ആർട്ടിക്കിൾ 48 പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചറിനെയും അനിമൽ ഹസ്ബൻഡറിയും മോഡേണൈസ് ചെയ്യാൻ പറയുന്നു. കൂടെ തന്നെ എന്ത് ചെയ്യും? ബാനിങ് ഓഫ് കൗ സ്ലോട്ടറിങ്, പ്രൊഹിബിഷൻ ഓഫ് കൗ സ്ലോട്ടറിങ്. അടുത്ത ആർട്ടിക്കിൾ 48A. ആർട്ടിക്കിൾ 48A പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നു. ആർട്ടിക്കിൾ 49 മോണുമെന്റ്സ്, പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, വസ്തുക്കൾ, മറ്റുള്ള മോണുമെന്റ്സ്, ഇവയെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ പറയുന്നു. ആർട്ടിക്കിൾ 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ആർട്ടിക്കിൾ 51 ഏറ്റവും ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ്, പ്രൊമോഷൻ ഓഫ് വേൾഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇനി നമുക്ക് എന്തിലേക്ക് വരാം? ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ 21 ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഈസ് കറക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ, ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ലിമിറ്റ് ദ സ്റ്റേറ്റ് പവർ വൈൽ DPSP ഗൈഡ് പോളിസി. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി, ദേ ആർ ജസ്റ്റീഷ്യബിൾ. ആണോ? അല്ല, തെറ്റ്. ഓപ്ഷൻ സി, കോർട്ട് എൻഫോഴ്സ് ദം. നോ, തെറ്റാണ്. കോർട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ഡി, ദേ മസ്റ്റ് ഇംപ്ലിമെന്റഡ് വിത്തിൻ ഫിക്സ്ഡ് ടൈം. നോ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. അടുത്തത്
22ാം ക്വസ്റ്റ്യൻ ആണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ്. ഇപ്പോ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഇപ്പോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ലിക്വർ, മദ്യനിരോധനം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഒരു ഗാന്ധിയൻ പോളിസിയാണ് അല്ലെ. വില്ലേജ് പഞ്ചായത്ത് അബ്സല്യൂട്ട്ലി ഗാന്ധിയൻ പോളിസിയാണ്. മറ്റൊന്ന് കുടിൽ വ്യവസായം, കോട്ടേജ് ഇൻഡസ്ട്രീസ്, ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? അതും ഓൾ ഓഫ് ദി അബോവ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം, അതായത് എല്ലാവർക്കും പെൻഷൻ കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ്. ആ ഒരു പ്രോഗ്രാം താഴെ പറയുന്ന ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണ്? ഏതാ ആൻസർ? അപ്പൊ ഇവിടെ DPSP ആണ് കേട്ടോ. നീ ആദ്യം പറഞ്ഞ ആൻസറാ DPSP കേട്ടോ. അടുത്തത് 25th ക്വസ്റ്റ്യൻ, വിച്ച് ആർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ശരിയാണ്. ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 44 പ്രകാരം പറയുന്ന യൂണിഫോം സിവിൽ കോഡ്, അതും ശരിയാണ്. ഇത് ആർട്ടിക്കിൾ 39 അല്ലെ, ആർട്ടിക്കിൾ 39 സബ്സെക്ഷൻ ഡി. ഇനി മൂന്നാം സ്റ്റേറ്റ്മെന്റ് സ്മോൾ ഫാമിലി നോം, ഫാമിലി പ്ലാനിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പക്ഷേ ഈ ഫാമിലി പ്ലാനിങ് എന്നുള്ളത് DPSP പെട്ടൊരു കാര്യമല്ല. സോ നമ്മുടെ ആൻസർ 1 and 2, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ഗാന്ധിയൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? പ്രിവെൻഷൻ ഓഫ് കൗ സ്ലോട്ടറിംഗ്. അപ്പോ ഗാന്ധിയുടെ ആശയം തന്നെയായിരുന്നു പാലും പാലുൽപ്പന്നങ്ങളും നൽകുന്ന ഇത്തരം ജീവികളെ, പ്രത്യേകിച്ച് പശുക്കളെ കൊല്ലാൻ പാടില്ല. അത് ഒരു ഗാന്ധിയൻ ആശയമായിരുന്നു. പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഗാന്ധിയൻ ആശയമാണ്. വില്ലേജ് പഞ്ചായത്തും അതും ഗാന്ധിയൻ ആശയമാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 1 and 3. സോറി 1, 2, 3. 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ്. ആർട്ടിക്കിൾ 49 എന്തിനെ കുറിച്ച് പറയുന്നു? പ്രിസർവ് മോണ്യുമെന്റ്സ്, ശരിയല്ലേ? ശരിയാണോ? അടുത്ത് ആർട്ടിക്കിൾ 47 പ്രൊഹിബിറ്റ് ഇൻടോക്സിക്കൻസ്, ശരിയാണ്, മദ്യനിരോധനം. ആർട്ടിക്കിൾ 48 കൗ പ്രൊട്ടക്ഷൻ, അതും ശരിയാണ്. ആർട്ടിക്കിൾ വില്ലേജ് പഞ്ചായത്ത് 40, ആർട്ടിക്കിൾ 40 വില്ലേജ് പഞ്ചായത്ത്. നമ്മുടെ ആൻസർ ഏതാണ്? 1, 2, 3, 4. നമ്മുടെ ഇതിൽ ആൻസർക്കിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്പോ ആർട്ടിക്കിൾ 49 പ്രിസർവ് ഓഫ് മോണ്യുമെന്റ്സിനെ കുറിച്ച് പറയുന്നത്, ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 47 പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കന്റിനെ കുറിച്ച് പറയുന്നു, അതായത് മദ്യനിരോധനത്തെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 48 കോ പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 40 വില്ലേജ് പഞ്ചായത്തിനെ കുറിച്ച് പറയുന്നു. അടുത്ത്, വിച്ച് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അപ്പൊ ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചുള്ളതാണ്. പെട്ടെന്ന് ഞാൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറഞ്ഞു പോവാം. ഇപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് പാർട്ട് 4A, പാർട്ട് 4Aയുടെ ഭാഗമായിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ആർട്ടിക്കിൾ 51A ആണ് ആ ഒരു പാർട്ടിന്റെ നമ്പർ അല്ലെങ്കിൽ ആർട്ടിക്കിൾ. അപ്പോ 1976 42ാം അമെന്റ്മെന്റിലൂടെ ആർട്ടിക്കിൾ 51A എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടുത്തുന്നത്. ബൈ ദ റെക്കമെൻഡേഷൻ ഓഫ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് 1976 ഇത് കൊണ്ടുവരുന്നത്. പക്ഷെ ഒരു കാര്യം ഓർത്തിക്കുക, ഇത് നടപ്പിലാക്കിയത് 1977 ആണ് കേട്ടോ. 1977 ജനുവരി 3 ഇത് ഇന്ത്യയിൽ എൻഫോഴ്സ് ചെയ്തത്. 76 42ാം അമെന്റ്മെന്റിന്റെ ആക്ട് എൻഫോഴ്സ് ചെയ്തത് 1977 കേട്ടോ.
അപ്പൊ ആദ്യഘട്ടത്തിൽ ഇത് 10 ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് 11ാം ഡ്യൂട്ടി ആയ ഇന്ന് വരെ നമ്മൾ 11 ഡ്യൂട്ടിയാണുള്ളത്. ആ ഒരു 11ാം ഡ്യൂട്ടി 2002 86ാം അമെന്റ്മെന്റിലൂടെ കൂട്ടിച്ചേർക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ഷോർട്ട് ഫോം മാത്രം നോക്കാം. എന്റെ ഫുള്ളിലേക്ക് പോകുന്നില്ല. അപ്പോ ഇതിന്റെ എല്ലാം ABCDEFGHIJK എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. A stands for obey constitution, respect national flag and anthem. രണ്ടാമത് B to cherish and follow national ideas. ബാപ്പുജി അല്ലെ, ബാപ്പുജി എന്നായിരുന്നു നമ്മുടെ ട്രിക്ക് ഉണ്ടായിരുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ആ ആൾക്കാരുടെ ആ ഒരു പ്രയത്നത്തെ നമ്മൾ വാല്യൂ ചെയ്യുക. അടുത്ത ഓപ്ഷൻ സി, സെക്ഷൻ സി കൺസോൾട്ടേഷൻ എന്നായിരുന്നു. അതായത് രാജ്യത്തിന്റെ ഈ പരമാധികാരം, അതുപോലെ തന്നെ യൂണിറ്റ് ഇന്റഗ്രിറ്റി ഇത് പ്രൊട്ടക്ട് ചെയ്യുക, കൺസോൾട്ടേറ്റ് ചെയ്യുക. മറ്റൊന്ന് സെക്ഷൻ ഡി ടു ഡിഫെൻഡ് ദ കൺട്രി, രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെ, ബാഹ്യശക്തികളിൽ നിന്നും പ്രതിരോധിക്കുക. മറ്റൊന്ന് എന്തായിരുന്നു? ഡി കഴിഞ്ഞു. ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ബ്രദർഹുഡ്, ഇക്വാലിറ്റി എന്നായിരുന്നു നമ്മുടെ ഓപ്ഷൻ. ഇക്വാലിറ്റി, യെസ്, ഇക്വാലിറ്റി. അപ്പോ എന്ത് ചെയ്യുന്നു? കോമൺ ബ്രദർഹുഡ് ഉയർത്തിക്കൊണ്ട് എല്ലാവരുമായി സാഹോദര്യം നമ്മൾ നിലനിർത്തുക. ദെൻ മറ്റൊന്ന് എഫ്, ഫോർട്ട് എന്നായിരുന്നു അതിന്റെ ഒരു ട്രിക്ക്. ഫോർട്ട് ടു വാല്യൂ പ്രിസർവ് അവർ റിച്ച് ഹെറിറ്റേജ്, പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചർ പോലെയുള്ള ഫെസ്റ്റിവൽ പോലെയുള്ള ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. ശേഷം ജി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടു പ്രൊട്ടക്ട് നാച്ചുറൽ എൻവയോൺമെന്റ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലൂടെ വരണം എൻവയോൺമെന്റ്. ജിക്ക് ശേഷം എച്ച്, ഹ്യൂമാനിസം, മാനവികത, കൂടാതെ സയന്റിഫിക് ടെമ്പർ, അല്ലെ, ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ ആൻഡ് ഹ്യൂമാനിസം എന്നാണ് അതിന്റെ ആ ഒരു ഓപ്ഷൻ. ശേഷം ഐ, പബ്ലിക് പ്രോപ്പർട്ടി, അല്ലെ, പ്രൊട്ടക്ട് ആൻഡ് സേഫ് അവർ പബ്ലിക് പ്രോപ്പർട്ടി. കണ്ണിലെ കൃഷ്ണമണി പോലെ പബ്ലിക് പ്രോപ്പർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് ഐ എന്നായിരുന്നു നമ്മുടെ ട്രിക്ക്. മറ്റൊന്ന് ജെ, ജാക്ക് ഓഫ് ഓൾ, അതായത് ടു സ്ട്രൈവ് ടുവേർഡ് എക്സലൻസ്. എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കുക, അങ്ങനെ രാജ്യത്തിന്റെ പേര് വാനോളം ഉയർത്തുക. അപ്പൊ ജാക്ക് ഓഫ് ഓൾ എന്നായിരുന്നു നമ്മുടെ ട്രിക്ക്. ഏറ്റവും ലാസ്റ്റ് നോളേജ് കെ എന്നായിരുന്നു നമ്മുടെ ട്രിക്ക്, അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള രക്ഷിതാക്കളുടെ കടമകളെ കുറിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. Which is not a fundamental duty? So നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, പ്രാക്ടീസ് ഫാമിലി പ്ലാനിങ്. അല്ലെ, ഫാമിലി പ്ലാനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും പ്രത്യേക ഡ്യൂട്ടി ഒന്നും ഇല്ല, അല്ലെ. പക്ഷെ എന്നിരുന്നാലും ഗവൺമെന്റുകൾ നടപ്പിലാക്കാറുണ്ട്. നാം ഒന്ന് നമുക്ക് രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ. അടുത്തൊരു ക്വസ്റ്റ്യൻ, 29th question, which is not mentioned as fundamental duty. Fundamental duty ആയിട്ട് പറയാത്തത് ഏത്? ഈ മൂന്ന് കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബോവ്. അടുത്ത ക്വസ്റ്റ്യൻ, which is not part of Article 51. അത് ആർട്ടിക്കിൾ 51 പറയുന്നത് പ്രത്യേകിച്ച് പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇതും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 51 മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ്, മെയിൻറ്റെയിൻ ഹോണറബിൾ റിലേഷൻ ബിറ്റ്വീൻ നേഷൻസ്, അതുപോലെ തന്നെ എൻകറേജ് ആർബിട്രേഷൻ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? ചർച്ചയിലൂടെ പരിഹരിക്കുക. ഇപ്പോ അല്ലെ, ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന് പല ആൾക്കാരും പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നു ഈ പീസ് സെക്യൂർ ചെയ്യേണ്ടത്. ഇതിൽ ആർട്ടിക്കിൾ 51 പെടാത്തൊരു കാര്യം, അതായത് ആർട്ടിക്കിൾ 51 പറയാത്തൊരു കാര്യം, ഭരണഘടനയിൽ കൃത്യമായി പറയാത്തൊരു കാര്യമാണ് UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമാകുക. പക്ഷെ ഇൻഡയറക്ട്ലി നമ്മൾ UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമായി
ലോകരാജ്യങ്ങളിൽ സമാധാനം എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പിക്കാറുണ്ട്. പക്ഷെ ആർട്ടിക്കിൾ 51 കൃത്യമായി പറഞ്ഞ വാക്കുകളാണ് പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ്, മെയിൻറ്റെയിൻ ഹോണറബിൾ റിലേഷൻ ബിറ്റ്വീൻ നേഷൻസ്, എൻകറേജ് ആർബിട്രേഷൻ. അതിൽ പറയാത്തൊരു കാര്യമായിരുന്നു ഈ പീസ് കീപ്പിംഗ് ഫോഴ്സ്. ക്ലിയർ ആണല്ലോ അല്ലെ? അടുത്ത്, വിച്ച് ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ് എന്ന് പറഞ്ഞത് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ല, പകരം അതൊരു DPSP ആണ് അല്ലെ? യെസ്, ഡി. Then which is a fundamental duty? C, defend the country and render national service. അടുത്ത്, which part of Constitution of India deals with fundamental rights? പാർട്ട് 3നെ കുറിച്ച് പറയുന്നത്. അത് റൈറ്റ് ഇക്വാലിറ്റി ഗ്യാരണ്ടി ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ. അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 17 അല്ലേ? അടുത്ത്, വിച്ച് ആർട്ടിക്കിൾ ഗ്യാരണ്ടീസ് പ്രൊട്ടക്ഷൻ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി? ആർട്ടിക്കിൾ 21 അല്ലേ? ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് NDA ക്വസ്റ്റൻ. ഞാൻ ആദ്യ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയ സീരീസിന്റെ ക്വസ്റ്റൻ ആയിരുന്നു, പിന്നീട് NDA ക്വസ്റ്റൻ. Which fundamental rights is called heart and soul of constitution? അത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസിനെ കുറിച്ചാണ്, ഈ റിട്ടുകളെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്? അതും ആർട്ടിക്കിൾ 32. വിച്ച് ഓഫ് ദി ആർട്ടിക്കിൾ റൈറ്റ് ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്സ്? നിലവിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലാത്തത് റൈറ്റ് ടു പ്രോപ്പർട്ടി. യെസ്. അടുത്ത, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ കണ്ടെയ്ൻ ഇൻ പാർട്ട്, ഏത് പാർട്ടിലായിരുന്നു? പാർട്ട് 4 അല്ലെ? പാർട്ട് 4. അടുത്ത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഇൻസ്പയർഡ് ബൈ? എവിടുന്നാ? യെസ്, ഓപ്ഷൻ ബി, അയർലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ നോൺ ജസ്റ്റീഷ്യബിൾ അല്ലെ? നോൺ ജസ്റ്റീഷ്യബിൾ. 43, which article direct the states to secure uniform civil code? ഏത് ആർട്ടിക്കിളാ? Yes, article 44. Article 44. അടുത്ത, which article deals with organization of village panchayats? C, option C, article 40. അടുത്ത, which directive principles promote separation of judiciary from executive? ഏതായിരുന്നു? ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 50. Fundamental duties were added to constitution by which amendments? Yes, option A, 42nd amendment. അടുത്ത question, fundamental duties are contained in which article? Yes, article 51A. Then fundamental duties were inspired by constitution of fundamental duties നമ്മൾ എവിടുന്ന് എടുത്തു? അതെ, ഓപ്ഷൻ ബി, USSR. Originally, how many fundamental duties were added? Originally, ആദ്യം എത്ര ഉണ്ടായിരുന്നു? ആദ്യം 10 ആയിരുന്നു അല്ലെ? ആദ്യം 10 ആയിരുന്നു. ഓപ്ഷൻ സി ആണ്. പിന്നീടാണ് 2002 86ാം അമെന്റ്മെന്റിലൂടെ കൂട്ടിച്ചേർക്കുന്നത് അല്ലെ? അടുത്ത, വിച്ച് അമെന്റ്മെന്റ് ആഡഡ് 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി? യെസ്, ഓപ്ഷൻ സി. ഓക്കെ, അപ്പോ 50 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. പോയിന്റ്സ് ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? റിവൈസ് ചെയ്യാൻ പറ്റിയോ? ഓക്കെ, യെസ്. അപ്പോ അടുത്ത സെഷൻ ഡാലിയ മിസ്സിന്റെ സെഷൻ ആണ്, കെമിസ്ട്രി. മിസ്സേ ജോയിൻ ചെയ്തിട്ടുണ്ടോ? മിസ്സേ ജോയിൻ ചെയ്തു.
carry on. Good evening, sir. Good evening. ഞാൻ എന്നാലും മാമിനെ ഹോസ്റ്റ് ആക്കാം ഇപ്പോ. Fine. Thank you. Okay, welcome, ma'am. So ഞാൻ തൽക്കാലം ലീവ് ചെയ്യുന്നു. Thank you everyone. Hello, dear all. Good evening to all. Good evening to all. Hope you all are fine, okay? So we will start our class now. First, we will discuss with the topic, that is the simple topic that is from chemistry, that is elements, mixtures, compounds related to matter, okay? If you have any doubt, please do ask me. No problem. Okay, everyone? Yes or no? So shall we start our class? We'll start our class. The first question, that is, we are discussing the PYQ related to this subject. That is this topic, that is element mixtures compounds. And the first question is, in the reaction to HGO giving 2Hg plus O2, the respective states are. So what are the various respective states? That is, we have already studied that is matter has various different states. Which are the different states of matter? Any idea? See, the section can be interactive, okay? Someone knows something, you can just answer to the questions. No problem if it is wrong also. Okay, so that we can make our section little bit interactive. Clear, everyone? So what are the various different states of matter? That is matter, that is, it can be classified into what? Solid, liquid. Then the third state is which one? Gas. Then again, which one? The fourth state is plasma. And again, have you heard about Bose-Einstein condensation state? Condensate. Okay. These are the various states of matter. And our question is like this. That is, in this reaction to HGO plus, yeah, the answer given is what? What is the answer given? Can you just type the answer also? No problem. Okay. I'll just check over the chat. So 2HGO, you know that we have already studied which is the only liquid metal that is existing, that is mercury. So Hg exists in liquid state. So Hg is existing in which state? Liquid state. And again, oxygen in which state? Common state of oxygen, it is in gaseous state. Okay. So comparing this, that is liquid, gas, that is B. Which option will be the right one? The option D will be the right one. Okay. Clear? We'll move to the next question. 1 second, okay? So the answer is D. H2O is solid, that is mercury, liquid, that is mercury is existing in liquid state and oxygen is in gaseous state. And the next question, we'll move to the next question, which is the next question, that is boiling of a liquid occurs when. So what is the definition of boiling point? Boiling point is the temperature at which a liquid boils, at which the vapor pressure of the liquid becomes equal to what? The atmospheric pressure. So what is the answer? Which is the answer? Which is the answer? Any idea? The answer? That is, the option is the first option. Okay. The first option. Option A is the right answer. So boiling point of a liquid, that is boiling point, a liquid will boil when the vapor pressure becomes equal to its atmospheric pressure. This is the right answer. Clear? And the next question. A liquid initially contracts when am I audible to you all? Is my sound is audible to you all? Yes or no? Hello? Hello? Yes, ma'am. Yes. Okay. Yeah. You can just talk with me. Okay. No problem. This is an interactive section.
A liquid initially contract when cooled down to 4 degrees Celsius, but on further cooling down to 0 degrees Celsius, it expands. The liquid is, which is that liquid, which is having an anomalous property? Can you just give a try for that? Which is that particular liquid? That is water. That is water is having an anomalous expansion. Okay, that means this water is densest at which temperature? 4 degrees Celsius. That is the density is 1000 kilogram per centimeter cube. Okay, below 4 degrees Celsius, density decreases, and what happens? Water will expand as it cools, making ice less dense than water. Have you heard about that as aquatic life survival? That is why, what is the reason behind that? Because it is less water, ice is less dense than water, and it will float, and it will act as what? Will act as an insulator, which allows fish and all life to survive. Okay, so which is the liquid that is showing anomalous property? It is water. Clear, everyone? It is clear? Yes, good. Next, what is the total number of naturally occurring elements? You all know that in periodic table, what is the total number of elements present? In periodic table, what is the total number of elements present? Total 118 elements are present. Okay. Total 118 elements, and it can be classified into what? Metals. The whole elements can be classified into what? Metals, non-metals, and what? Third classification is what? Metalloids. Okay. Third classification is metalloids. And total around, when we consider the periodic table, you can see that the metals are placed in which side of the periodic table? Left side of the periodic table, and non-metals, that is on the right side of the periodic table, and metalloids, you can see what are the different. Can you just give me some examples of metalloids, common metalloids, that is boron, silicon, germanium, arsenic, antimony? This all comes under which one? Metalloids, which shows both properties of metals and non-metals. Clear? And around 94, that is the answer. Okay. And 17, around 17 non-metals are there, and 7 likewise metalloids are there. Clear, everyone? Yes. Yes. Why? No answer. Just be interactive, okay, dear students. No problem. So which one among the following substance is a compound? Which is a compound? What is a compound? What is the, you know that is we can classify, that is classification of matter. Matter can be classified into what? Elements, compounds, and mixture. So what is the difference between an element and a compound? Element is made up of what? That is, the element is made up of a single atom, whereas compound means what? It is a combination of two or more elements that is combined in definite proportion. Okay, that is very important. That is, this is combined in a definite proportion. And mixtures, coming to mixtures, we can classify mixtures into what? Homogeneous and heterogeneous mixture. So in this, that option given is what? Option A is sugar, option B is air, option C is milk, and option D is tea. And which one among the following substance is a compound? Can you just guess it out? Compound. Actually, we have studied that air is an homogeneous mixture. Then milk comes under what? Milk is an heterogeneous, that is colloid, comes under colloids, right? And tea is also mixture. So which will be the right answer? Sugar. Okay. Sugar is a compound. What is the formula? C12H22O11. Clear, everyone? If any doubt, please just ask me. Okay. These are basics of chemistry topics. Okay. Previous year questions, we are discussing previous year question. That is, this is a question from 2023 question paper. Clear? And the next question, which metal float in cold water? Which metal is floating in cold water? We can just read the options. That is cold water. That is option A is magnesium, option B is calcium, option C is potassium, and option D is copper. So which will float? Which will float? Potassium will float. Okay. Clear? The answer is which one? Potassium. So the answer to this question is potassium. That is, potassium will float in this. Potassium. Okay. So we can check the answer whether it is right or not.
So potassium has what? Low density and it will float while reacting vigorously. Okay. And compound having sweet and fruity smell. Sweet and fruity smell. So here the compounds given as, have you heard about this compound anywhere? That is ethyl alcohol, acetic acid, ethyl acetate, and acetophenol. Can you just give a try for this particular answer? Compound having sweet and fruity smell. That is ethyl alcohol. Ethyl alcohol means, what is the formula for ethyl alcohol? Alcohol means OH. Ethyl alcohol is a common name for ethanol. Ethanol is the IUPAC name. Okay. That is C2H5OH. Parvati, can you hear me? Aksa, Abhinav. Yes, ma'am. Yes, you have any doubt? Is my sound audible to you all? Yes, ma'am. Fine. Okay. So just ask me questions, okay, if you have any doubt. Next is acetic acid. What is the formula for acetic acid? Acetic acid is having the formula that is CH3COOH. Similarly, ethyl acetate. Ethyl acetate means what? Acid and alcohol combined to form what? Ester. Have you studied the process called as esterification? What do you mean by esterification? The process of reacting acid with alcohol to form ester is called as esterification. And what is the formula for ethyl acetate? Actually, ethyl acetate is a combination of CH3, that is CH3COO, C2H5. This is the formula for ethyl acetate. Okay. Similarly, acetophenone. What is the formula? That is benzene. In this, what is there? Phenone. On means what? It is ketone group, CO group. Okay. COCH3. So you have studied in your 10th standard syllabus or 10th standard textbook, that is ester, that is a process of reacting alcohol with acid in the presence of dilute sulfuric acid. Here, the dilute sulfuric acid is used as what? Dehydrating agent to remove the excess water. So this process of preparing what? Ester from alcohol and acid is called as esterification. And ester is always having which smell? Fruity smell. It is sweet and it is having what? Fruity smell. Clear? So what is the answer for this particular question? That is compound having sweet and fruity smell is which one? That is ethyl acetate. Ethyl acetate is the right answer for this particular question. Clear, everyone? Shall we move to the next question? Yes, Abhinav? Okay, I'll just read the chats, okay? You are messaging in the chat? Yes, okay. Fine. Okay, fine. So compound which is used in black and white photography. Actually, this black and white photography, that is the earlier, that is the photography which we are using, that is black and white. It is based on what? The decomposition reaction. Have you heard about the decomposition reaction? Usually decomposition reaction, one compound in the presence of either heat, electricity, or sunlight. Okay. That is decomposition reaction uses what? Heat, light, or electricity. And in this presence, what happens is this compound will be split up into two or more other compounds. For example, if I am taking silver bromide, okay, you have already studied this in your 10th standard, this decomposition reaction. Decomposition reaction, what happens is that, suppose if I am taking silver bromide, it in the presence of what? Sunlight, it will be splitting into what? Silver plus bromine is formed. Okay. And this phenomenon is used where this compound, that is the silver bromide, is used in black and white photography. It is in your NCERT textbook. Okay. This particular reaction, that is decomposition reaction. Clear? So decomposition reaction, that is decomposition reaction is a process of what? That is splitting of what? A compound into what? Two or more other compounds. And in black and white photography, that is silver bromide is used. Okay. Because it is highly sensitive to sunlight. So it will be split up into what? Silver and bromine. And which one among the following substances is a compound? Again, we have studied what is a compound. Compound is what? Compound is combined by two or more substance in fixed proportion. Okay.
fixed proportion. So the option given is sugar, air, milk, tea. It is a repeated question. So which is the answer for this particular question? A. Very good. A is the answer for this particular question. Next, which one of the following is not a characteristics of a compound? That is characteristic, this compound, that is, which is not a characteristics of a compound. That is, which is the one? Just read the options. Option A is what? Composition is variable. All particles of compounds are of only one type. Particles of compounds have two or more elements. Its constituents cannot be separated by simple physical methods. Okay. So composition is variable. Is it right in the case for compound? See, for compound, the composition is not variable. We have studied that a compound is combined by a combination of two or more elements in fixed proportion by fixed mass proportion. Is it right? So which option is not a characteristic? That is a question. Not a is not a characteristics means what? That is the first option. Just read the first option. That is composition is variable. So this option is not right. Okay. Composition is variable. This is not right for a compound because in compounds, always the elements will be combining in what? Fixed proportion by fixed proportion by what? Fixed mass proportion. Is it clear, everyone? Any doubt? If anyone is having any doubt, please do ask me. Okay. Otherwise, I would not be able to know whether you have doubt or not. So just clear your doubt if you are having any doubt. Which among the following methods is used to separate the constituents present in compounds? Which among the following method is used to separate the constituent present in a compound? Actually, we have studied in earlier classes that compounds cannot be separated by simple physical techniques. Okay, that is the techniques which we are using for the separation of mixtures. Have you studied, we have already studied different techniques which are used for separation of mixtures. Which are the various techniques which are used for separation of mixtures? That is crystallization, using separating funnel, sublimation, distillation. Have you heard about these all techniques that you have studied? Fractional distillation, distillation under reduced pressure, steam distillation, evaporation, chromatography. These are all the various methods which are used to separate which one? That is mixtures. But compounds cannot be separated using these physical methods. Okay, simple physical methods. Actually, we can separate compound using electrochemical method. Have you studied about electrochemical method? That is simple methods which is used for splitting. For example, electrochemical reaction for water. That is a common example. That is water. What is the constituent of water? Hydrogen and oxygen. Is it right? So hydrogen and oxygen is split up, that is in water. When electricity is passed, what happens? Hydrogen and oxygen can be separated, and you cannot separate it by physical method, right? So which is an option, which is the right option for this? That is electrochemical method. And all other option, that is heating method, fractional distillation. That is fractional distillation is a technique which is used to separate what? The components of mixture. For example, have you heard about air, petroleum, etc.? That is, this all contains what? Simple components which can be separated using what? Fractional distillation. Okay. And decomposition followed by ion exchange method. So which method is most appropriate for the separation of constituent present in a compound? That is electrochemical method. Clear, everyone? We'll move to the next question. Okay. Which is the apparatus used to separate benzene and water? Benzene and water. Which one? Which method we will use? Benzene and water. See, this is based on the difference in density. So just please guess which method can be used. You can just message me through chat. Okay, so I'll just check the answers also. Anyone is having any idea? That is apparatus used to separate benzene and water. Just make the section interactive and useful. Okay. Okay, someone has sent me an answer through chat. Just check. Is it C? Yeah. Parvati, you have sent me the answer. C, separating funnel. Yeah, that's the right one. Okay. Why? What is the basis of this?
What is the basis behind this? That is, this is due to the difference in their density. Clear? So separating funnel is used. Apparatus used to separate benzene and water is which one? Separating funnel. Okay. And all other apparatus, that is round bottom flask, it is used for distillation. Conical flask, have you seen conical flask while you are doing experiments in your laboratory, chemistry experiments in the laboratory? Is conical flask, you know, and Dean and Stark apparatus that is used for separating azeotropic, that is distillation, esterification process and all. We are using this particular apparatus and you have not yet seen and you have not handled this. Okay, clear? Okay. Just moving to the next question. Dry ice produces mixed due to. What do you mean by dry ice? Have you heard about dry ice? Anyone? Please answer. If it is wrong also, no problem. Okay. We are just discussing the question paper. Just be relaxed and just answer to the questions if you know, so that we can make the section more effective and interactive. Okay. So dry ice produces, what do you mean by dry ice? Dry ice means what? Solid carbon dioxide. Okay. So what property makes this dry ice produces mixed? Just give me a guess and just answer to the question if you all know. Which one? That is, it is sublimation. Okay. Sublimation is the process of what? Converting a particular substance directly from what? Directly from what? Solid converted to gas. That particular property is called as what? Sublimation. So dry ice means that a solid carbon dioxide is directly converted to gas, that particular property. And again, the next question is anthracene can be separated from. Anthracene can be separated from where? Anthracene can be separated from salt by which method? Again, anthracene, there are certain substances which we can convert directly to what? Directly to what? Gas. Okay. Similarly, anthracene is particular type of substance which can be converted directly from what? Solid to gas, and which is the technique which can be used. Sublimation is the process. Okay. Anthracene can be separated because distillation, what we are using is when the two components, if you are taking, it is having large difference in their boiling point, we can use which method? Distillation. And evaporation, if you are taking, suppose salt and water is taken, here water can be evaporated and salt cannot be evaporated. So that in that particular case, we can use which method? Evaporation. So depending upon that property of the compound that is given, mixtures which is given, you can use different techniques. Okay. And chromatography is usually used for what? Separating the colored compounds, right? And just we can check the match the following. So you while studying while preparing for exam, which topic you have to concentrate? That is, you have to concentrate the topic that is separation of mixtures. Okay. So from that is different types of questions are asked. Clear? So listen here, match list 1 and list 2 and select the correct answer using the code given below. This is the match the following. So separation of acetone and water. See, acetone and water means it is having large difference in their boiling point. Okay, so which method you can use? Difference in boiling point means large difference in boiling point. That is the physical property. Large difference in what? Boiling point, melting point, these are all what? Physical properties. Okay. And similarly, separation of water and kerosene oil. That is, you know that water, kerosene, it is having difference in their density, right? It is two immiscible liquid, not miscible liquid. What is the difference between immiscible and miscible liquid? Immiscible liquid means it does not completely dissolve, whereas miscible liquids means it will be completely what? Mixed up. That is called as what? Miscible liquid. So water and kerosene, that is which one we can use? Separating funnel can be used. Okay. And separation of cream from milk. That is cream from milk. That is this technique which we are using in our laboratory. Have you seen a centrifuge? Centrifugation. 1 second, someone has sent me. So C is the answer that has been given, right? C, we'll check. C, is it C or not? Okay.
So separating funnel, then separation of cream from milk. Which technique we can use? We can use centrifugation process can be used. Okay. Centrifugation. It is based on what? The particles. So particles will be settled in different layers. And again, separation of pigments from plant extract. Usually colored substances and pigment can be separated using which method? That is chromatography. Chromatography, that is separation of, that is ink from. Okay. So C is the answer. Is it right? Is it C? The option C is the right answer. So separation of acetone mixture, water from the mixture, large difference in boiling point, separation of water and kerosene oil from the mixture, separating funnel, separation of cream from milk, centrifugation, and separation of pigments from plant extract. It is purely based on which one? That is the chromatography. So the colored compounds can be separated using which technique? That is chromatographic techniques. Clear? And the next question, very small insoluble particles in liquid. So which method? You just guess, because last we have told that if insoluble particles are there, which techniques which we can use? Is it crystallization? Crystallization cannot be applied there. Fractional distillation, that is there we are usually used for separating mixtures like, that is components of mixtures like air, okay, crude oil. Likewise, there we are using fractional distillation. Centrifugation is the main the process which is used for separating insoluble particles. And mixture of sodium chloride and ammonium chloride. See what is, I'll just explain to you. Okay, listen here. There are certain sublimable compounds. Just that you keep in mind, because always questions are asked from what? Sublimation part. So which are the sublimable compounds? Naphthalene. Again, which one? Next is what? Anthracene. Benzoic acid. Have you heard about benzoic acid? Camphor. Ammonium chloride. Iodine. These are all what? Sublimable compounds. What do you mean by sublimation? The property of a compound to directly convert to, dry ice is having, yeah, you are right, Abhinav. Because dry ice, that is solid carbon dioxide, it can directly convert to what? Sublime. Yeah, right. Okay, so here you are given sodium chloride and ammonium chloride. Here sodium chloride is not sublimable, but ammonium chloride is sublimable. So you can use which technique? Sublimation technique. Okay, understood. Any doubt? If anyone is having any doubt, please just ask me. Okay, otherwise we'll move to the next question. Or finally, at the end of the section, if you have any doubt, you can just discuss with me. No problem. Okay. Because this is the end session, so that at that time you can just talk with me after completing the class. And what is the maximum? This topic is purely based on what? So elements, compounds, mixture is over. This next is atomic structure. And you have studied from your school, that is 8th standard itself. That is what? The atom structures and everything, right? So we'll stick on to that particular topic again. Okay, next topic we are moving to. So what is the maximum number of electrons that can occupy the first shell of atom? Any idea? First shell of atom. Someone has given the answer. You are right. But I'll discuss which is the formula that is used to find the maximum number of electrons that can occupy the first shell of atom. The formula is 2n square. Okay, where n gives what? The shell number. Okay, if an element is if the electron is present in the first shell, which are the shells? Various shells, K, L, M, N, right? So if n is equal to 1, 2 into 1 square, that is 2. Okay, if it is n is equal to 2 means L shell. So 2 into 2 square, what is the answer? 8, right? Is it right? Then 2 into 3 square, which one? 18. And 2 into 4 square, that is equal to 32, right? So which is the maximum number of electrons that can be occupy the first shell? This is the first shell, this is the second, third, and fourth shell, right? So which is the
shell, maximum number of electrons that can be accommodated in the first shell, that is equal to 2, right? So this is the answer. So you have to just focus for gaining marks in chemistry, you have to just focus on the basics of chemistry topics. Okay, that is required. If you check all the PYQs of the previous year, that is questions, you'll be able to understand that clearly. That is enough for you. And which one of the following has a different number of molecules? Different number of molecules if all are kept at normal temperature and pressure. What is the formula to find the number of molecules? If mass is given and you know the atomic mass, actually first to 20 elements atomic mass, you should be able to recollect. Okay, that will be better. That is first 20 elements atomic mass and atomic number you just study. Okay. Or you just try to recollect. I think you all have studied that in your school, at school level, but again, you have to just recollect that. Okay. Which one of the following has different number of molecules? That is, number of molecules is equal to what? Number of molecules is equal to what? How you will find the number of molecules? Just tell me. Anyone knows the formula? That is given mass by molar mass into what? Avogadro number. What is the value of Avogadro number? That is N. It is equal to 6.022 into 10 raised to 23, right? 6.022 into 10 raised to 23. Okay, so number of molecules. Here it is 3. First case, that is for hydrogen, it is equal to what? Hydrogen, it is equal to 3 into 6.022 into 10 raised to 23. Okay, hydrogen. And this is which one? Oxygen. Oxygen is equal to 48 by 16. That is, it is equal to 3 into 6.022 into 10 raised to 23. Okay. Again, nitrogen. What is the given mass? 42, right? So 42, what is the atomic mass of nitrogen? Nitrogen, it is equal to 14, right? So again, 3 into 6.022 into 10 raised to 23. And for carbon, what is the given mass? That is 2. 2 by 12. That is the atomic mass into 6.022 into 10 raised to 23. So which one will be having difference here? Is it right? So what will be the answer? Yeah, someone has given me the answer. Let me check it whether it is right or not. D. Yeah, very good, very good. Okay, D is the answer. Janice, very good. Okay, D is the right answer because 2 grams of carbon, it will give different number of molecules, right? So you just study the formula to find the number of molecules. How you will find the number of molecules? Number of molecule is equal to given mass by molar mass into 6.022 into 10 raised to 23. Next, we will move to next question. That is mass of 0.5 mole of nitrogen gas. The mass of 0.5 mole of nitrogen gas. How you will find the mass? 0.5, that is weight is given, and you know the atomic mass of nitrogen. Is it right? How you will find the number of moles? What is the relation between number of moles and given mass? Any idea? Number of moles is equal to what? Number of mole is equal to what? Given mass by molar mass. Given mass by molar mass. Okay. So from this, you can calculate the mass. Number of mole, that is mass of 0.5. 0.5 is given. So 0.5 into, that is molar mass of nitrogen is equal to what? 28. Because for one nitrogen, it is 14. N2 means it is equal to 28. So 0.5 into 28, which is equal to what? 14 gram. Right. So what is the answer? 14 is the right answer. So how you will find number of moles if given mass is there, given, then you can, sometimes a question may be asked to find the number of moles. So just remember this formula. Okay, number of mole is equal to what? Given mass by molar mass. That's the formula for finding number of moles. Next question. How many moles of hydrogen atom are present in 1 mole of aluminum hydroxide? That you have to know the formula for aluminum hydroxide. Aluminum belongs to which group? That is 13th group with the valency of what?
oxidation state of +3, right? And hydroxide, OH, it is a polyatomic ion and it is having -1. So how to write the formula? You will crisscross the valencies, right? Crisscross the valencies. So what is the formula? Al, OH thrice. This is the formula. So what is the question is how many moles of hydrogen atom are present in 1 mole of aluminum atom? So 1 mole of aluminum hydroxide contains how many hydrogen atom? It is equal to 3, right? 3 moles. Okay. Next, we'll move to the next question. 1 second. Which one of the following anions has a valency of -3? So this you have to know, you should have an idea about valency. This all comes under your 9th standard syllabus. Okay, valency and all. So what is valency? It is a combining capacity of an element. That means the number of electrons that can be lost, gained, or shared. That is called as valency. So I'll just explain this. Nitrite, that is nitrate, is usually having the valency of -3. And what is the formula for nitrate? That is NO3 minus. Okay. And sulfide, it is equal to S2 minus, and sulfate, it is equal to SO4 minus. So nitrate is having the valency of -3. And if you want to know the valencies of various elements, please just message me so that I'll send a chart for you so that you can study. It is from your 9th standard test. Okay. The valencies, all the valencies are there in your 9th standard NCERT textbook. It is given thoroughly. Okay, clearly. Not the coming year textbook, the previous year, because 9th standard syllabus are going to be changed. Sorry, textbook is going to be changed. Okay. So the chemical reactions, that is 2AgCl gives 2Ag plus Cl to take place in. This reaction, that is, it is taking place. See, this is the decomposition reaction. This reaction, that is the decomposition of silver chloride and silver bromide take place in the presence of sunlight. It is in your 10th standard textbook. Okay, chemistry textbook, the chapter, that is in that particular chemical reactions and equation. In that chapter, there is a decomposition, different types of reaction, that is displacement, double displacement, decomposition reaction. These reactions comes under decomposition reaction. That is both, that is AgCl and AgBr decompose in the presence of what? Sunlight. Okay. Okay, everyone. Next, we will move to the next question. Correct statement about law of conservation of masses. That is, this according to law of conservation of mass, what mass can neither be created nor be destroyed. So which is the option? This is the right option. Option C is the right option. Okay. Equal volume of gases at same temperature and pressure contain equal molecule. That is which law? Which law? You all know that V is directly proportional to N. That is Avogadro law. Equal volume of gases at same temperature and pressure contain equal molecule. Gay-Lussac's law is related to what? Gases. Okay. Planck's hypothesis and Kirchhoff's, it comes under physics. Clear? Next is absolute zero is the temperature where all gases are expected to have. All gases are expected to have what? Say absolute zero oleum. That is, zero oleum means what? Volume. See, this is the relation between volume and temperature. V1 by T1 is equal to what? V1 by T1 is equal to V2 by T2. So volume decreases with temperature. So at -273 degrees Celsius means what? It is 0 Kelvin. At that temperature, volume become equal to 0. This is a hypothetical condition. You all studied about Charles' law, Boyle's law, various laws related to gas laws. Which are the various laws you have studied? Charles' law, Boyle's law, Avogadro's law, Gay-Lussac's law. That is, Charles' law is related to what? Volume and temperature. Boyle's law is related to pressure and volume. Gay-Lussac's law, pressure and temperature. Avogadro law, volume and number of moles. Okay. And combined gas law is what? P1, PV is equal to, that is gas law equation is PV is equal to nRT. Okay. Next is bright light is found to emit from photographer's flash gun.
Thus, brightness is due to the presence of which one of the following noble gas. So, noble gases are having various properties. Noble gas means which group? That is group 18. The elements are called as noble gas. Okay. So, which will be the right answer for this? Which is the element? That is xenon. Xenon is the one. Due to the presence of xenon, the noble gas will produce, that is bright light will emit what? Photographers flash. Okay. That is flash lamp is used in photography. Clear? It contains which gas? Xenon gas is present. So next is a problem. A solution contains 20 gram of solute in 180 gram of solvent. If solvent is water, what is the concentration of solution in terms of mass by mass percentage? How you will find mass by mass percentage? What is the formula? Mass of solute by mass of solution, total mass of solution, since it is in percentage into 100. So what is the mass of solute given? 20 gram, right? And mass of solution means you have to combine this both. That is 20 plus 180, that is equal to what? 200 into 100. So what is the answer? 10%. Okay. So option C is the right answer. Clear, everyone? So we'll move to the next question. Low concentration of oxygen in blood and tissues of people living at high altitude is. You all know that at a high altitude, what happens? The atmospheric pressure decreases. Is it right? This is due to what? Low atmospheric pressure. Clear? This is due to low atmospheric pressure. Next. The 30th question. 1 second. Consider the following constituents of atmosphere. See, we know that atmosphere contains various gases. So which is the gas which is present in highest percentage? That is, you know that nitrogen. This is a constituent of nitrogen, which is in 78%, right? And oxygen, what is the percentage? I'll just write the percentage. Okay, from that you find the answer. Appropriate answer, you find it. Okay. And argon, and you also study this percentage also. 0.93%. This is the composition of air, atmosphere. Okay. Then what? Carbon dioxide. 0.04%. You can see what I am writing. Are you able to see it? Yes. Yes. Okay. Neon, it is equal to what? 0.0018%. And helium, it is equal to 0.0005%. So which is here, which are the gases that is given? Argon, neon, helium, carbon dioxide. So ascending sequence, correct ascending sequence. So which will be the appropriate one? Yeah, answer I have, it is given. Yeah. You're right. Which one? Which is the answer? We can check it. Which is the answer? What is the answer for this? C is the right answer. Next is neutron were discovered by. Neutron were discovered by whom? That is the scientist James Chadwick. Okay. Electron, J.J. Thomson, James Chadwick. Neutron were discovered by James Chadwick. Okay. We have already studied in the atomic structure. That is, what are the atomic, subatomic particles? Electrons, protons, and neutrons. Protons are having positive charge. Electrons are having negatively charged. And neutrons are having which charge? Neutral charge. Right? Next question. Relative atomic mass of boron, which exists in two isotopic forms, that is B10 and B11, is 10.81. What will be the abundance of, that is, this is isotope. Isotope means what? Elements with same atomic number but different mass number. So here, that is, we can consider this, how you will do this such type of problem. We can consider the abundance of B10 is equal to what? It is equal to X. Okay. And for B11, it is equal to what? 100 minus X. Okay, we can consider. And sum is equal to given, that is equal to what? 10.81. So here it is 10. So 10x plus what? 11 into 100 minus X.
by what? Total is 100, which is equal to 10.81. So 10x plus 1100 minus 11x by 100, which is equal to 10.81. So x is equal to what? From here, that is 10x minus 11. X is equal to what? 1081 minus 1100. Is it right? Which is equal to, what is the answer? 19%. And B11 will be equal to what? 100 minus 19, that is equal to what? 81%. Is it right? Any doubt for anyone? This is the method to find this problem. Actually, this is in your 9th standard syllabus. Okay. NCERT. Clear? This is the answer. So next we'll move to the next question. 33rd question. Okay. Wait a minute. We'll move to the next question. For an element with atomic number 35, the correct number of electrons in its valence shell. How you will find? You can either write the shell-wise electronic configuration. If you are going to write the shell-wise electronic configuration, that is 35 means atomic number 35 means first shell 2, 8, 87. And if you are writing subshell-wise, what is the electronic configuration? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10, and the last one is what? 4b5, right? So outermost subshell means 4s and 4b, total is equal to 7. So either way you can find it, the number of electrons in the outer. Either you can write shell-wise configuration or you can write what? Subshell-wise configuration. Because in 11th standard and all, you are writing what? You are following the subshell-wise electronic configuration. Till 10th only, till 9th only, you are following which one? Shell-wise configuration. Okay, that is why I've just mentioned the both way of writing the electronic configuration. Atomic mass of an element is equal to what? Atomic mass is equal to what? Atomic number is equal to what? Atomic number is the fundamental property. Is it right? The modern periodic table is based on, which was suggested by Henry Moseley, was based on what? Increasing order of atomic number. So atomic number is equal to what? Either it is equal to number of protons or equal to what? Number of electrons in electrically neutral atom. Okay. Number of electrons in electrically neutral atom. Electrically neutral atom. Clear? And what is atomic mass? Atomic mass is equal to what? Mass number is equal to what? Number of protons plus neutrons. Okay. Protons plus neutrons will give what? The mass number. Number of proton. Okay. Atomic mass is equal to what? Mass number is equal to what? What is mass number? It's equal to proton plus neutron. That is called as mass number. Next question. Maximum number of electrons in N shell. What is the maximum number of electrons in N shell? We have already discussed the formula to find the maximum number of electrons. What is the formula? 2n square. So KLM, it is the third shell. And what will be the answer for this particular question? Huh? KLMN. Yeah, someone has answered this question. D. Yeah, right, Janice. Very good. Okay. That's the right answer. Great. Next question. Correct sequence in terms of increasing mass. That is based on the mass, how we can arrange this. Just give a try. Which one is increasing mass? Electron is the least. Then which one? Proton, hydrogen atom, and alpha. Because alpha particle is equal to helium nucleus. Is it right? Helium is what? He with atomic number 2 and mass number 4. Then which isotope is used? What is isotope? Elements with same atomic number but different mass number is termed as isotope. Which isotope is used in the treatment of cancer? Usually cobalt isotope of cobalt, that is cobalt 60 is used.
Yeah, your answer is right again. Janice has given the right answer. That is B is the right option. Cobalt is iodine is used for iodine 131 is used for the treatment of thyroid. Okay. Uranium is used where in nuclear reactor. Isotope of uranium. Who among the following proposed that atom is indivisible? The first theory was put forward by atomic theory was put forward by Dalton. Okay. Dalton has proposed that atom is indivisible. John Jacob Berzelius, that is the one who has introduced what? Symbols for the elements. And Rutherford, have you heard about Rutherford alpha ray scattering experiment? It lead to the discovery of nucleus. And Avogadro has introduced what? Avogadro number that is equal to 6.022 into 10 raised to 23. Okay, everyone. The compound C7H7NO2 has, see the options you have to check for this particular type of question. That is 17 atoms in a molecule of compound, equal molecules of carbon and hydrogen by mass, twice the mass of oxygen atom compared to nitrogen atom, twice the mass of nitrogen atom compared to hydrogen atom. Which will be the most right appropriate option for this particular question? Is it equal number of carbon and hydrogen? It is by mass. It is not right. Twice the mass of oxygen atom compared? No. So first option, you check 17 atoms. Is it 7 plus 7, 14, 15, 16, 17. So option A is the right one. Okay. Which one of the following is monoatomic? You all know that elements exist as monoatomic, diatomic, triatomic, tetraatomic. Can you just give me a guess for this? Hydrogen, it exists as what? H2. So let me check the answer. Someone has answered. Yeah, Abhinav, which one of the following is, what is the question? Monoatomic. Okay. Monoatomic. Monoatomic means what? It will be existing as single atom. Okay. Sulfur actually it is existing as what? S8, polyatomic. Phosphorus, it is P4. And helium, that is the noble gas because it is very stable. So helium exists as what? Monoatomic. Yeah, you're right. Okay, very good. The answer is right. Some are giving answers in the chat. Okay, you can just guess it out. No problem. What happens? Nothing will happen. Okay, if it gets wrong, it is not oral exams or something like that. We are just discussing the previous questions. Rutherford alpha particle scattering experiment on thin gold foil was responsible for the discovery of what? Rutherford experiment will lead to the discovery of which one? That is, atom consists of a. Can you just give a guess? Please be fast. Our time is going to be. Yeah, very good, Abhinav. Parvati, okay, they have all given answers. The right answer is atomic nucleus. Rutherford experiment has given that is scattering experiment on thin gold foil was responsible for the discovery of what? Nucleus. Right. Next, scattering of alpha particle by thin gold foil suggests the presence of what? Again, the same question which is asked in different manner, which is the answer. That is Rutherford alpha ray scattering experiment lead to the discovery. Yes, very good. C is the right answer. Abhinav, Janice, so many has given the answers. Okay, very good, very good. And 43rd question, which one of the following option is incorrect? Just read it. Elements are defined by the number of protons they possess. Option A, isobars are atom having same atomic number but different mass number. The mass number of atom is equal to the number of nucleons in its nucleus. Valence is the combining capacity of an atom. Which is the right answer? Not correct, incorrect. Okay, say what is isobar? Here it is isobar is given as atoms having same atomic number, but isobar are atoms having what? Different, same mass number and different atomic number. Is it right? At isotopes are what? Elements with same atomic number and different mass number. You have studied that, right? Cl minus is not isoelectronic. What do you mean by isoelectronic species? That is species having same number of electron is called as isoelectronic species. So what is the atomic number of chlorine? It is 70, right? So chlorine atomic number is 70. Cl minus means it is having, minus means what? Gaining of one electron, right?
Anions always gain electrons. So plus 1, total number of electrons is 18. So no, not isoelectronic species. You have to find the not isoelectronic species. Which one? See, for K plus, it is equal to, the atomic number is 19. So K plus, it becomes what? It is equal to 18. So it is isoelectronic. Mg2 plus means what? Actually, atomic number is 12. So it will become 10. Right. Sulfur, it is 16. 2 minus means again it becomes 18. And phosphorus, it is 15. So it becomes 18. So which is not isoelectronic, that is magnesium, Mg2 plus. Understood how to find it? So isoelectronic, the term isoelectronic is, that is the species will be having same number of electrons. Okay. Not isoelectronic means it will not be having same number of electrons. Okay, everyone. Then composition of two nuclei is shown below. Atomic number 7, mass number 50. Atomic number 9, mass number 70. X and Y are. Can you just guess it out, which is X and Y? Is it isobar? No, because mass number is different. Is it isoton? How you will find isoton? If the number of neutron is same, that is how you will find the number of neutrons. That is mass number minus atomic number. Just find it. Isotope, it is not isotope and isomer. Isomer is entirely different. So it is isotope. Is it right? That is because here the number of neutron is same. Neutrons, if the number of neutrons, what is the number of neutron in both cases? It is equal to 8. How you will find the number of neutrons? That is at mass number minus atomic. Which one of the following statement about properties of neutrons is correct? Which one is correct? About neutron. Neutron mass is almost equal to proton. Neutron possesses zero charge. Neutrons are located inside the atomic nuclei. Neutrons revolves around the atomic. Is neutron revolving around the atomic nuclei? Actually, where according to atomic theory, atom consists of what? A center part called as what? Nucleus. Is it right? Inside the nucleus, what is present? Protons and neutrons are present. And electrons are present in Bohr model of atom. Various shells, and these shells are represented as what? KLMN. So neutrons are present inside the nucleus and it is not revolving around. So which option is incorrect here? Not correct about neutron. Neutrons revolve around the atomic nuclei. Yes, your answer is correct again. You are good at chemistry, I think so. Okay. You people are good in chemistry. That is the reason why you are just answering all the questions, huh? I feel happy about that. And anyway, you have taken initiative in attending the class, okay? It is also very good because you will be able to know which all portions you should concentrate in for your exam. Which one of the following reactions is the main cause of energy radiation from sun? Usually, two types of reactions are there, nuclear fission and nuclear fusion. That is the reaction which is happening in sun is what? Merely which reaction? That is fusion reaction, and fission reaction means that is the reaction which is happening in what? Where? That is nuclear reactors and all. That is fission means what? Breaking a large nuclei into smaller nuclei. Fusion means smaller nuclei are fused to larger nuclei. And the next question is radioactive isotope of hydrogen. What are the various isotopes of hydrogen? That is protium, deuterium, and tritium. H11, right? H11. Then what? H12, H12, then H13. This is protium, this is deuterium, tritium. Protium has 0 neutron. Deuterium, that is deuterium with oxygen. It is called as deuterium oxide, is used as heavy water in nuclear reactor. And tritium, it is the only radioactive isotope. Clear, everyone? So tritium is the radioactive isotope of hydrogen. So you just study while studying chemistry for your exam purpose, for NDA, CDS and all, you just study the basics of chemistry so that you'll be able to attend the questions easily. Okay. So this is the first topic you have to stick on while studying. In nuclear power reactors, uranium-235 is used as fission material. Graphite is used as moderator. Rods of lead are used to control the rate of nuclear reaction. Which of the above statements are correct? See, uranium-235 we can use as a fission material, and the moderator which is used, that is to control, that is what graphite can be used. But lead cannot be used to control the rate of nuclear reactor. Okay. So which options are right? The 1 and 2 is only the right option.
Okay, everyone? Because usually controlled rods used are what? Cadmium or boron rods are used. And the last question from this topic is match the following columns. That is column 1, that is nuclear reactor component, that is moderator, control rod, fuel rod, coolant. Can you just match it out? Just the last question, just give a guess. It is okay if it is wrong, if it goes wrong, or which is the answer? B is the right answer, right? That is because you know that the fuel rods usually used as uranium. Fuel rods are usually uranium. Then control rods are which one we are using? We have discussed boron or cadmium can be used. And coolant, which is the coolant which is used? Sodium. And what? Moderator, which is the used? That is graphite. Okay. Is anyone having any, that is, this is all topic, if you, that is after discussing these questions, you will be able to come to a point that these all topics you have already just studied. And what thing you have to do is that final thing what you have to do is you have to just revise and recollect the topics and just do the PYQs. Okay, practice PYQs so that you will be able to crack your examination. Okay, everyone. Is it clear, dear? All of you? Yes, ma'am. So we'll end our section. Okay. Thank you all. Have a good sleep. Bye. Take care. See you. Thank you. Thank you. Bye-bye. Hello.